കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച ഗർഭിണി മരിച്ചു. കക്കരമുക്ക സ്വദേശികളായ ദമ്പതികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകാനുണ്ട്. അഭിജിത്ത്, പറയൂ. ചെറുവണ്ണൂരിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ദമ്പതികളായ രണ്ടുപേരാണ് ഈ കാറിനകത്തുണ്ടായിരുന്നത്. ഈ കാറിന് തീ പിടിക്കുകയും അങ്ങനെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഗർഭിണിയായിരുന്നു ഇതിലുണ്ടായിരുന്ന സ്ത്രീ. ഉടൻ തന്നെ ഈ തൊട്ടടുത്തുള്ളവർ, നാട്ടുകാരൊക്കെ ചേർന്ന് ഈ തീ കെടുത്തി. അങ്ങനെ ഫയർ സ്റ്റേഷനിലൊക്കെ വിവരമറിയിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ രണ്ടുപേരെയും പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഗർഭിണിയായ യുവതി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ഭർത്താവിനെ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏറെ ദാരുണമായ സംഭവമാണ് ഷിഹാസ്. അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഓടിക്കൊണ്ടിരുന്ന കാറായിരുന്നു. അതിനിടയിൽ ഈ കാറിന് തീ പിടിക്കുകയായിരുന്നു. ഇവർക്ക് പക്ഷേ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ഈ സംഭവം, ഈ അപകടം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഈ വെള്ളമൊക്കെ ആയി കൊണ്ടുവന്ന് വെള്ളമൊക്കെ എടുത്ത് ഈ കാറിലെ തീ അണച്ചു. ഉടൻ തന്നെ ഫയർ സ്റ്റേഷനിലുമൊക്കെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇവർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. പിന്നാലെ ആളുകളൊക്കെ ഇടപെടാൻ ശ്രമിച്ചു. എല്ലാവരും തന്നെ ഓടി എത്തുകയും ചെയ്തു. പക്ഷേ മരണം സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ്. ഈ ഒരു തീപിടുത്തം എങ്ങനെ ഉണ്ടായി, എന്താണ് ഇതിനുള്ളൊരു കാരണം? എന്തെങ്കിലും വിവരം ലഭ്യമാണോ അഭിജിത്ത്? ഷിഹാസ്, നിലവിൽ അക്കാര്യത്തെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. നാട്ടുകാർ തന്നെയാണ് ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. ആ സമയത്താണ് ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ യൂണിറ്റിന് അവിടേക്ക് എത്താനും കഴിഞ്ഞത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ കാറ് വെട്ടിപ്പൊളിക്കുന്നതും ആളുകളെ പുറത്തെടുക്കുന്നതുമൊക്കെ നാട്ടുകാർ തന്നെ ചേർന്നാണ്. അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അപ്പോഴേക്കും തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. ഇവർ ഈ കാറിനകത്ത് തീ വരുമ്പോഴേക്കും ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഇവർ കാറിനകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. പിന്നാലെ പുറത്തെടുത്തു. പക്ഷേ സോനയ്ക്ക് അപ്പോൾ തന്നെ ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചു. ഇവർ ആശുപത്രിയിൽ പോയി വരികയായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഏറെ ദാരുണമായി ഈ സംഭവം നടക്കുന്നത്. നിലവിലിപ്പോൾ സോനയുടെ ഭർത്താവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സങ്കടകരമായ കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കാർ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ കത്തി അമർന്നിട്ടുണ്ട്. ഗർഭിണിയായ ഒരു യുവതി, സോന എന്നാണ് ആ യുവതിയുടെ പേര്. ഇവർ ആശുപത്രിയിൽ പോയതിനു ശേഷം തിരിച്ചു വരികയായിരുന്നു. ഗർഭിണിയായ യുവതി മരിച്ചു. ഭർത്താവ് ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കക്കരമുക്ക സ്വദേശിയാണ് സോന. ഭർത്താവിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്.